നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ്. നിങ്ങൾക്ക് കാണാം ധാരാളം ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ റെഡിയാക്കുന്നത്. UTS എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. UTS എന്ന് സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത UTS ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ആദ്യം ഇനേബിൾ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്ത് ഡയറക്റ്റ് കയറാൻ പറ്റും. അപ്പം ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പറും പേരും ഒരു പാസ്വേഡും ഡേറ്റ് ഓഫ് ബർത്തും ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഈസിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ലോഗിൻ പേജിൽ ചെന്ന് ആ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യുക. ഓൾറെഡി UTS ആപ്പിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. സോ മുകളിൽ കാണുന്ന ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ ലോഗിൻ പേജ് എടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നമ്മളെ ഹോം പേജിൽ വരും. ഇതിൽ വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഫണ്ട് ആഡ് ചെയ്തിടാം. അപ്പം ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പേയ്മെൻറ്റ് സോഴ്സിൻ്റെ ആവശ്യമില്ല. ഈ വാലറ്റിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ അൺവാണ്ടഡ് ബാങ്ക് OTP എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം വാലറ്റ് നമ്മുടെ UPIയും മൊബൈൽ ബാങ്കിങ്ങോ കാർഡോ വെച്ച് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈസിലി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വാലറ്റ് ഒരു എമൗണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. വാലറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോർമൽ ബുക്കിങ്ങിൽ ചെന്നിട്ട് പേപ്പർലെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റേഷനും അവിടെ എൻട്രി ചെയ്യേണ്ട ആ സ്റ്റേഷനും എൻ്റർ ചെയ്യാം. ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രെയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്തു നിന്ന് അടിച്ചു. അപ്പോൾ നമുക്ക് കാണാം കുറേ അധികം ട്രെയിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്തു നമുക്ക് ട്രെയിൻ നമ്പർ കാണാം. പിന്നെ ഗെറ്റ് ഫെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത പേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ നമുക്ക് എത്ര ടിക്കറ്റ് വേണോ അഡൽട്സിൻ്റെ കൗണ്ട് എഴുതാം. ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് എഴുതാം. ട്രെയിൻ ടൈപ്പ് എടുക്കാം. സെക്കൻഡ് ക്ലാസ്സുകൾ എടുക്കാം. അപ്പോൾ ഇപ്പം തൃപ്പൂണിത്തുറയിൽ നിന്നോ എറണാകുളത്തു നിന്നോ കോട്ടയത്തിന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ പാസഞ്ചറിൻ്റെ ടിക്കറ്റ്സോ അല്ലെങ്കിൽ ഈ വേനാട് പോലത്തെ എക്സ്പ്രസ് ആണെങ്കിൽ എക്സ്പ്രസ് ടിക്കറ്റോ ആണ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ കൗണ്ടറിൽ പോയി എടുക്കുന്ന ജനറൽ ടിക്കറ്റ്സ് ആണ് ഈ UTS വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സ്ലീപ്പർ ബർത്ത് AC ഇങ്ങനത്തെ ഉള്ളത് ബുക്ക് ചെയ്യാൻ നമ്മുടെ IRCTC ആപ്പ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടിക്കറ്റ്സിനകത്ത് നമ്മുടെ പാസ്റ്റ് ടിക്കറ്റ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ TTR ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്ത് കാണിച്ചാൽ മൊബൈലിൽ തന്നെ കാണിച്ചാൽ മതി. പിന്നെ ഇവിടെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫ്രീക്വൻറ്റ് റൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ നോർമൽ ജനറൽ ടിക്കറ്റ്സ് എല്ലാം ഈ UTS ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം ഈസിലി. നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സും സീസൺ ടിക്കറ്റ്സും ഈ UTS ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം സ്റ്റേഷനിൽ പോയി ഇടിപിടിച്ച് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിലും വളരെ പെട്ടെന്ന് നമുക്ക് ഈ UTS വഴി ബുക്ക് ചെയ്യാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഡെയിലി ട്രാവൽ.